പ്രൈസ് ഗോഡ്. എൻ്റെ പേര് തെരേസ്. ഞാനിപ്പോൾ എറണാകുളത്തെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് പാലായിലാണ്. പാലായി അടുത്ത് പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഈശോയെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് 2019 ആണ് ഞാൻ ജിസ് യൂത്തിലേക്ക് വരുന്നത്. അപ്പം 2019 പാലായിൽ വേരിത്താസ് എന്ന് പറഞ്ഞൊരു ജിസ് യൂത്തിൻ്റെ ഒരു ഇനിഷ്യൽ പ്രോഗ്രാം നടന്നായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഇടയാവുകയും അവിടെ വെച്ചാണ് ഞാൻ ഈശോയെ അറിയുന്നത്. അതായത് ഈശോയെ അറിയുക ഇൻ ദ സെൻസ് ഈശോ എന്നൊരാളുണ്ടെന്നും ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരാളായിട്ട് ഞാൻ ഈശോയെ നേരത്തെ അറിയുന്നു. അതായത് എക്സാമിനൊക്കെ നല്ല മാർക്ക് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ സാധിച്ചു തരിക. ഈശോ എനിക്കൊരു അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അന്ന് വേരിത്താസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കൂടാനിടയാവുന്ന സമയത്ത് അന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അതായത് അവിടെ സെഷൻ എടുക്കാൻ വന്നിരുന്നവരും ഷെയറിങ്സ് പറഞ്ഞിരുന്നവരും ഒക്കെ പറഞ്ഞായിരുന്നു, അതായത് നിങ്ങൾ കുമ്പസാരിക്കുമ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, നിങ്ങൾ ഭയങ്കരമായിട്ട് കരയും, നിങ്ങൾക്ക് ഭയങ്കര വിഷമം വരും, അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് കരഞ്ഞു തീർക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ചെല്ലുമ്പം ഭയങ്കരമായിട്ട് കരയും. അപ്പം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ പോകുന്നത്, ഓരോ പാപങ്ങളും എഴുതി. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി പേപ്പറൊക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് പേപ്പറുകളിൽ പാപങ്ങളുണ്ട്. കാര്യം ഒത്തിരി നാളായി അങ്ങനെയൊക്കെ ഒരുങ്ങി എഴുതിയിട്ട്. അപ്പോൾ ഇങ്ങനെ അന്ന് ഞാൻ ഇതുപോലെ കരഞ്ഞ് കുമ്പസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയ പാപങ്ങളെല്ലാം കൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ പക്ഷേ അന്ന് എല്ലാവരും ഞാൻ കുമ്പസാരിക്കാൻ ചിന്തിക്കുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങുന്നത്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ. പക്ഷെ എനിക്ക് അന്നത്തെ ഒരു കുമ്പസാരം കഴിഞ്ഞ സമയത്ത് വന്നത് ഭയങ്കര ഒരു ജോയ് ആയിരുന്നു. അതായത് ഞാൻ ആ കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങിയത് മറ്റേ തുള്ളിച്ചാടി അങ്ങനെയായിരുന്നു ഇറങ്ങിയത്. അതായത് എനിക്ക് അത്രമേൽ ഒരു ഭയങ്കര ഒരു റിലീഫ്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മറ്റേ മാലാഖമാരുടെയൊക്കെ പോലത്തെ ഒരു എന്താ പറയുന്നത്, അത്രയൊരു ജോയ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കുമ്പസാരം എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ അന്ന് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് എനിക്ക് കുറേയും കൂടെ മനസ്സിലായി, കുമ്പസാരിക്കുവാണെങ്കിൽ ഓക്കെ തെറ്റ് പറ്റും, പ്രശ്നമില്ല, പിന്നെയും ചെന്ന് കുമ്പസാരിക്കാമെന്നൊരു ചിന്ത വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ കുമ്പസാരം അടുപ്പിച്ചായി, വളരെ അടുപ്പിച്ചായി. അപ്പം തെറ്റുകൾ പറ്റുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെന്ന് കുമ്പസാരിക്കുക, അതായത് അടുപ്പിച്ച് ദിവസങ്ങളിൽ പോലും കുമ്പസാരിച്ച സമയങ്ങളുണ്ട്. അതായത് സ്ഥിരമായിട്ട് അങ്ങനെ മുടങ്ങിയ സമയങ്ങളും ഉണ്ട്. പക്ഷേ കൂടുതലും ഇങ്ങനെ കുമ്പസാരത്തിലൂടെ അതൊരു കൂദാശയാണെന്നും കർത്താവ് തന്നെ അത് നമ്മളെ പാപങ്ങൾ ക്ഷമിക്കുകയാണെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നായിരുന്നു. അപ്പം സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ കുമ്പസാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുന്നോട്ടേക്ക് കുമ്പസാരിച്ചിരുന്ന സമയത്ത് അതായത് എന്തൊക്കെ തെറ്റ് പറ്റിയാലും ധൂർത്തപുത്രനെയൊക്കെ പോലെ വീണ്ടും അനുദപിച്ച് ചെല്ലുന്ന സമയത്ത് കർത്താവ് ആ ഒരു മുഴുവൻ സ്നേഹവും നമുക്ക് തരുന്നൊക്കെ മനസ്സിലായി. അപ്പം ആ ഒരു കുമ്പസാരിച്ച് കഴിയുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഉണ്ടാവുന്നത്, കർത്താവെ തെറ്റുപറ്റി, എനിക്ക് വീണ്ടും തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴത്തേനും കർത്താവ് സാരമില്ല കുഞ്ഞെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹം മുഴുവനും എനിക്ക് തരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ കുമ്പസാരത്തെ പോലെ തന്നെ എൻ്റെ കൂടെ വന്നതാണ് പരിശുദ്ധ കുർബാന. അതായത് സ്കൂൾ കാലഘട്ടത്തിലും കോളേജിൻ്റെ ഒക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സാറ്റർഡേ സൺഡേ മാത്രം പള്ളി പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം സാറ്റർഡേ സൺഡേ പള്ളി പോകും, കുർബാനയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാം, തിയറി സച്ച് അങ്ങനെ അറിയാം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അറിയത്തുമില്ല. പക്ഷേ ഇതെങ്ങനെയൊക്കെയോ എൻ്റെ ജീവിതത്തിൽ പതിയെ റെഗുലറായി തുടങ്ങി. ആദ്യം കുറച്ച് ദിവസങ്ങളിലൂടെയൊക്കെ പോകാൻ തുടങ്ങി, ഇടയ്ക്കൊക്കെ മുടങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തിനോ എന്നറിയാതെ എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാത്ത ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദന നിറഞ്ഞതാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം കുർബാന മുടങ്ങി എന്നൊക്കെ പറയുമ്പം ആ ഒരു കുർബാനയിൽ ഇരിക്കുന്നത് ഈശോയാണ്. ആ ഈശോ ഞാനെന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുകയാണെന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഈശോ ആണ് ഉള്ളത്. അപ്പം ഞാൻ ആ ഒരു ദിവസം മുഴുവനിലും മുന്നോട്ടേക്കും ഈശോയെ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു, അതായത് ഈശോയ്ക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ കൈയും എൻ്റെ കാലും എൻ്റെ നാവും എൻ്റെ ചെവിയും ഒക്കെ ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നോട് സംസാരിക്കുന്ന വ്യക്തികൾക്കും എൻ്റെ കൂടെ ആയിരിക്കുന്നവർക്കും എൻ്റെ കൂടെ എന്നെ ജസ്റ്റ് കാണുന്നവർക്കെങ്കിലും ഈശോയെ അറിയാൻ പറ്റണം, ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈശോയുടെ അടുത്ത് കൂടുതലായിരിക്കുന്ന സമയങ്ങളും ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുന്നിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയങ്ങളായിട്ട് കാണുന്ന സമയങ്ങളാണ്.
ഇപ്പോൾ ഞാനിവിടെ ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഞാനൊന്നും മാത്രമല്ല, ഒരുപാട് പേര് ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് വില കൊടുത്ത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കും എല്ലാവരോടും പറയാനായിട്ടുള്ളത്, നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ടാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ എഫേർട്ടായിട്ട് ഒരു ദിവസത്തിൽ 1 മില്ലിമീറ്റർ എങ്കിലും ഈശോയിലേക്ക് ഇച്ചിരിയും കൂടെ അടുക്കാനും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടെ വില കൊടുക്കാനും സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.